ഒരു കാലത്ത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരിൽ ഒന്നായിരുന്നു. യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന്, സബ്മറീനുകൾ റഷ്യയിൽ നിന്ന്, റഡാറുകൾ ഇസ്രയേലിൽ നിന്ന്, എല്ലാം വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചായിരുന്നു. പക്ഷേ ഇന്ന് സ്ഥിതി മാറുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 38,424 കോടി കടന്നിരിക്കുന്നു. 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ എത്തുന്നു. ബ്രഹ്മോസ് മുതൽ ആകാശ് വരെ, പിനാക്ക മുതൽ ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് വരെ. ലോകം ഇന്ന് ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ താൽപ്പര്യം കാണിക്കുകയാണ്. എങ്ങനെ ഈ മാറ്റം സംഭവിച്ചു? ഇന്ത്യയുടെ പഴയ സ്ഥിതി. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഇന്ത്യയുടെ പ്രധാന ശ്രദ്ധ സൈന്യത്തെ ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു. എന്നാൽ അതിനാവശ്യമായ സാങ്കേതികവിദ്യയും വ്യവസായശേഷിയും രാജ്യത്തിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യ വിദേശ ആയുധങ്ങൾ വാങ്ങുന്നതിൽ ആശ്രയിച്ചു. സുഖോയ് വിമാനങ്ങൾ റഷ്യയിൽ നിന്ന്, മിറാജ് റഫാൽ ഫ്രാൻസിൽ നിന്ന്, സബ്മറീൻ ജർമ്മനിയിൽ നിന്നും റഷ്യയിൽ നിന്നും. ഇന്ത്യയ്ക്ക് വലിയ സൈന്യമുണ്ടായിരുന്നു, പക്ഷേ വലിയ ഡിഫൻസ് ഇൻഡസ്ട്രി ഉണ്ടായിരുന്നില്ല. മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് റെവല്യൂഷൻ. 2014 ശേഷം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിലും വലിയ മാറ്റങ്ങൾ ആരംഭിച്ചു. ലക്ഷ്യം വ്യക്തമായിരുന്നു: ഇന്ത്യയ്ക്ക് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമല്ല, ആയുധങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന രാജ്യമാകണം. DRDO, HAL, ഭാരത് ഡൈനാമിക്സ്, ഭാരത് ഇലക്ട്രോണിക്സ്, L&T, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, അദാനി ഡിഫൻസ് തുടങ്ങിയ സ്ഥാപനങ്ങൾ വലിയ നിക്ഷേപങ്ങൾ ആരംഭിച്ചു. ഫലം: പുതിയ തലമുറ ഇന്ത്യൻ ആയുധ സംവിധാനങ്ങൾ വികസിച്ചു. ബ്രഹ്മോസ് സക്സസ് സ്റ്റോറി. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഡിഫൻസ് എക്സ്പോർട്ട് സക്സസ് സ്റ്റോറിയാണ് ബ്രഹ്മോസ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഓപ്പറേഷണൽ ക്രൂസ് മിസൈൽസിലൊന്നാണ് ഇത്. മാക് 3 വേഗത. കരയിൽ നിന്നും, കടലിൽ നിന്നും, വിമാനങ്ങളിൽ നിന്നും, എല്ലായിടത്തുനിന്നും വിക്ഷേപിക്കാം. 2022 ഫിലിപ്പീൻസ് ബ്രഹ്മോസ് വാങ്ങിയപ്പോൾ ചരിത്രം സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം വിയറ്റ്നാം, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ നിന്നും താൽപ്പര്യം വർദ്ധിച്ചു. ബ്രഹ്മോസ് ഇന്നൊരു മിസൈൽ മാത്രമല്ല, ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനത്തിന്റെ ഭാഗമാണ്. ആകാശ് മിസൈൽ ലോകത്തേക്ക്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സക്സസ് സ്റ്റോറിയാണ് ആകാശ്. ശത്രുവിന്റെ വിമാനങ്ങളെയും മിസൈലുകളെയും തടയാൻ കഴിയുന്ന സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. അർമേനിയ ആകാശ് 1S സ്വന്തമാക്കിയതോടെ ലോകത്തിന്റെ ശ്രദ്ധ ഈ സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ ആകാശ് NGയിലും നിരവധി രാജ്യങ്ങൾ താൽപ്പര്യം കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു കാലത്ത് ഇന്ത്യ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഇറക്കുമതി ചെയ്തിരുന്നു. ഇന്ന് അതേ മേഖലയിൽ കയറ്റുമതി ചെയ്യുകയാണ്. പിനാക്ക ആൻഡ് ന്യൂ ജനറേഷൻ വെപ്പൺസ്. പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ മറ്റൊരു വിജയകഥയാണ്. 75 കിലോമീറ്റർ വരെ കൃത്യമായ ആക്രമണം നടത്താൻ കഴിവുള്ള ഗൈഡഡ് വേർഷൻ ഇതിനുണ്ട്. അർമേനിയ ഇതിനകം പിനാക്ക ഉപയോഗിക്കുന്നു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിനാക്കയെക്കുറിച്ച് പഠിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതോടൊപ്പം നാഗാസ്ത്ര, സ്കൈ സ്ട്രൈക്കർ, ലോയിറ്ററിംഗ് മ്യൂണിഷൻസ്, ഡ്രോൺ വാർഫെയർ സിസ്റ്റംസ് എന്നിവയിലും ഇന്ത്യ മുന്നേറുകയാണ്. 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ ആയുധങ്ങൾ. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ 100-ലധികം രാജ്യങ്ങളിലേക്ക് എത്തുന്നു. ഏറ്റവും അത്ഭുതം, അമേരിക്കയിലെ ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ പോലുള്ള കമ്പനികൾക്കും ഇന്ത്യയിൽ നിന്ന് ഘടകങ്ങളും ഉപകരണങ്ങളും ലഭിക്കുന്നുണ്ട്. ഇത് വെറും കയറ്റുമതി കണക്കുകൾ മാത്രമല്ല, ആഗോള വിതരണ ശൃംഖലയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തമാകുന്നതിന്റെ സൂചന കൂടിയാണ്. ഡിഫൻസ് എക്സ്പോർട്ട് റേസ്. ഇപ്പോൾ ചൈന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതിക്കാരിൽ ഒന്നാണ്. പാകിസ്ഥാൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇന്ത്യ ഇപ്പോഴും ചൈനയുടെ നിലവാരത്തിൽ എത്തിയിട്ടില്ല, പക്ഷേ വ്യത്യാസം കുറഞ്ഞുവരികയാണ്. കാരണം ഇന്ത്യൻ ആയുധങ്ങൾ കുറഞ്ഞ ചെലവിൽ, ഉയർന്ന നിലവാരത്തിൽ, യഥാർത്ഥ സൈനിക സേവനത്തിൽ പരീക്ഷിക്കപ്പെട്ടവയാണ്. ഇതാണ് ഇന്ത്യയുടെ പ്രധാന ശക്തി. ഫ്യൂച്ചർ ഔട്ട്ലുക്ക്. ഇന്ത്യയുടെ ലക്ഷ്യം വ്യക്തമാണ്. 2029-30 50,000 കോടി ഡിഫൻസ് എക്സ്പോർട്ട്. ഭാവിയിൽ കയറ്റുമതി പട്ടികയിൽ ചേരാൻ സാധ്യതയുള്ള സംവിധാനങ്ങൾ: ബ്രഹ്മോസ് 2, തേജസ്, ആകാശ് NG, പിനാക്ക ഗൈഡഡ്, അൺമാൻഡ് സിസ്റ്റംസ്, നേവൽ പ്ലാറ്റ്ഫോംസ്. ഇവ വിജയിച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഒരു കാലത്ത് ലോകത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയ ഇന്ത്യ
ഇന്ന് ലോകത്തിന് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമാകുകയാണ്. 1522 കോടിയിൽ നിന്ന് 38,424 കോടിയിലേക്കെത്തിയ ഈ യാത്ര ഇന്ത്യയുടെ ഡിഫൻസ് റെവല്യൂഷന്റെ തുടക്കം മാത്രമായിരിക്കാം. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ പ്രധാന ഡിഫൻസ് എക്സ്പോർട്ട് പവേഴ്സിലൊന്നാകുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജയ് ഹിന്ദ്.